ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ വേണ്ടി പോണത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റിയൊരു ചിക്കൻ കറിയാണത്. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു സവാള സ്ലൈസ് ചെയ്തെടുത്തത്, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചത്, പിന്നെ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചെടുക്കുക, 4 ടേബിൾ സ്പൂൺ തൈര്, നമ്മുടെ കറിയുടെ പുളിക്ക് അനുസരിച്ച് തൈര് എടുക്കുക. പിന്നെ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കുകയാണെങ്കിൽ ഈ ഡേറ്റ്സ് ചേർത്തിട്ട് നമ്മൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു മധുരം ഉണ്ടാവും, പക്ഷെ അത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ ഒരു ഡേറ്റ്സ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കസൂരി മേത്തിയാണ്. നമ്മുടെ ഉലുവയുടെ ഇല ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്തതാണ്. നമുക്ക് മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കസൂരി മേത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് വാങ്ങാൻ കിട്ടും. ഇത് കുറച്ചിട്ടാൽ മതി, കാരണം കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കറിക്ക് ചെറിയൊരു കയ്പ്പ് വരും. പക്ഷെ കുറച്ചിട്ടിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. നമുക്ക് ചിക്കൻ കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. നമുക്ക് ചൂടായ എണ്ണയിലേക്ക് സവോള ചേർക്കുക, വേപ്പിൻ്റെ ഇല ചേർക്കുക, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. ഇതെല്ലാം കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഈ സവാള ചെറുതായിട്ടൊന്ന് കളർ മാറണം. അപ്പോൾ നമ്മൾ സവാളയ്ക്ക് ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ എണ്ണയിൽ കിടന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം, ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഈ മല്ലിപ്പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിയണം. ഇപ്പം മല്ലിപ്പൊടി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർക്കാം, മുളക് പൊടി ചേർക്കാം. ആ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. മസാലകളെല്ലാനും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഡേറ്റ്സ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. തൈര് ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഈ കറിയിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കറി കുറച്ച് ഗ്രേവിയിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് വെള്ളം ചേർക്കാം. മൂടി വെച്ചിട്ട് ഈ ചിക്കൻ വേവിക്കാം. ഈ ചിക്കൻ ഒരു 3/4 ഭാഗം വേവായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കസൂരി മേത്തി ചേർക്കാം. നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പോൾ ചിക്കൻ ഒരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കസൂരി മേത്തി ചേർക്കാം. ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതി. കൂടുതൽ ചേർത്തണെങ്കിൽ കറിക്ക് ചെറിയൊരു കയ്പുണ്ടാവും. നല്ല ടേസ്റ്റ് അതിൻ്റെ ഫ്ലേവർ. നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വേവിക്കാം. അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് മല്ലിയില ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം.